11 വർഷമായി കട്ടപ്പന ടൗണിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നഗരസഭ നീക്കുമെന്ന് പരാതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. കുട്ടികളുടെ ജലവിതരണ പൈപ്പ് കണക്ഷൻ കട്ട് ചെയ്തു. പ്രതിഷേധിച്ച് രക്ഷിതാക്കളും ടീച്ചർമാരും. കട്ടപ്പന നഗരസഭയിൽ പ്രവർത്തിക്കുന്ന 145 നമ്പർ അങ്കണവാടിയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് നീക്കം നടത്തുന്നത്. 30ഓളം കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിലേക്കുള്ള ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ കണക്ഷൻ തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. ഇതുമൂലം കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം ബക്കറ്റിൽ ചുമന്നുകൊണ്ടു പോകേണ്ട സ്ഥിതിയാണ്. ആദ്യകാലത്ത് 7 വർഷം വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിച്ചത്. അങ്കണവാടിക്ക് സ്ഥലവും കെട്ടിടവും ലഭ്യമല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് 145 നമ്പർ അങ്കണവാടി കട്ടപ്പന പൊതുമരാമത്ത് വകുപ്പിന്റെ വെറുതെ കിടന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം നടന്നുവരുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 145 നമ്പർ അങ്കണവാടി 11 വർഷമായി PWD ബിൽഡിംഗിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതിനു മുമ്പ് ഈ അങ്കണവാടി 7 വർഷം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. 2012-13 കാലയളവിൽ ഒരു ഗവൺമെൻറ് ഓർഡർ വരികയുണ്ടായി. വെറുതെ കിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങളോ മന്ദിരങ്ങളോ ഉണ്ടെങ്കിൽ അങ്കണവാടിക്ക് സ്ഥലവും കെട്ടിടവും ലഭ്യമല്ല എങ്കിൽ അങ്കണവാടിയുടെ പ്രവർത്തനം ഈ കെട്ടിടത്തിലേക്ക് മാറ്റാം എന്ന സർക്കുലർ ആണ് വന്നത്. ഈ ഓർഡർ പ്രകാരമാണ് ഈ കെട്ടിടം കണ്ടെത്തുകയും സർക്കാരിൻ്റെ താൽക്കാലിക അനുമതിയോടുകൂടി 11 വർഷമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കരണ്ടും വെള്ളവും ഇല്ലാതെ അങ്കണവാടി പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന ഓർഡർ വന്നത്. ഇത് PWD നിരസിച്ചതോടെ അങ്കണവാടിയുടെ പ്രവർത്തനം നിലയ്ക്കുമെന്നായതോടെ കളക്ടർക്കും റോഷി സാറിനും നമ്മൾ നിവേദനം നൽകുകയും ഫലം കാണാതെ വന്നപ്പോൾ ഉടുമ്പൻചോല ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കുകയും ഹിയറിംഗിൽ ഗവൺമെൻറ് ഓർഡർ ഇല്ലാതെ കരണ്ടും വെള്ളവും തരില്ല എന്ന നിലപാട് PWD സ്വീകരിച്ചതോടെ ജഡ്ജ് ഗവൺമെൻറ്റിന് നൽകാൻ ഒരു ശുപാർശ കത്ത് നൽകി. ഈ ശുപാർശ കത്ത് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും 17/6/2022 ലഭിച്ച E2/107/2022 എന്ന ഓർഡർ ലഭിക്കുകയുണ്ടായി. കരണ്ടും വെള്ളവും തരണമെന്ന ഈ ഓർഡർ PWDയും മുനിസിപ്പാലിറ്റിയും മറച്ചുവെച്ച് 4-ാം ദിവസം 21/6/2022 CDPOയുടെ നേതൃത്വത്തിൽ അടിയന്തര കമ്മിറ്റി വിളിക്കുകയും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വാർഡ് കൗൺസിലർ, സൂപ്പർവൈസർ, CDPO തുടങ്ങിയവർ പങ്കെടുത്ത് അങ്കണവാടിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടു. ജനങ്ങൾ ഒന്നടങ്കം എതിർത്തതിനെ തുടർന്ന് അവർ പിന്മാറി. ഇക്കാരണത്താൽ ഞങ്ങളാരും അറിയാതെ ഇപ്പോൾ അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ മുനിസിപ്പാലിറ്റി നീക്കങ്ങൾ നടത്തുന്നു. സർക്കാരിന്റെ താൽക്കാലിക അനുമതിയോടെയാണ് അങ്കണവാടി പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. വൈദ്യുതിയും വെള്ളവും ഇല്ലാത്ത അങ്കണവാടികളുടെ പ്രവർത്തനം നിർത്തണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായി. ഈ ഉത്തരവിനെ തുടർന്ന് ജലവിതരണ പൈപ്പ് കണക്ഷൻ പൊതുമരാമത്ത് വകുപ്പ് വിച്ഛേദിച്ചതോടെ അങ്കണവാടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ജലവിതരണ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഈ കാര്യം മറച്ചുവെച്ച് അങ്കണവാടി മാറ്റാനാണ് നഗരസഭയുടെ നീക്കം. നഗരത്തിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ കുട്ടികളാണ് അങ്കണവാടിയിൽ പഠിക്കുന്നത്. അങ്കണവാടിയുടെ പ്രവർത്തനം നിർത്തുകയോ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്താൽ അത് പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളെ വിഷമത്തിലാക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തികമായി കഴിയാത്ത രക്ഷിതാക്കൾ അങ്കണവാടി മാറ്റാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും തുടർന്നും അങ്കണവാടി പൊതുമരാമത്ത് കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അങ്കണവാടി വർക്കർ MR ഷിജി, സമീപവാസി മോളി ബേബി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.